ജമാഅത്തെ ഇസ്ലാമി സ്ഥാപകർ മൗലാന മൗദൂദി സാഹിബ് തൻ്റെ അനുയായികളെ ഏതൊരു ദീൻ ഏത് രീതിയിൽ പ്രചരിപ്പിക്കണം എന്ന് പഠിപ്പിച്ചതിൻ്റെ ചില ഭാഗങ്ങളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ബംഗ്ലാദേശിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ യുവജന പ്രസ്ഥാനം ദീൻ പ്രചരിപ്പിക്കുന്ന കാഴ്ചയാണ്. അവിടുത്തെ ന്യൂനപക്ഷങ്ങളായ സൂഫികളുടെ പള്ളികളും അവരുടെ വീടുകളും ഖബറുകളും ഒക്കെ പൊളിച്ചു മാറ്റിക്കൊണ്ടാണ് ഇവർ ദീൻ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. എത്ര നല്ല കാഴ്ച! അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മൗലാന മൗദൂദി സാഹിബ് അദ്ദേഹത്തിന്റെ മകന്റെ ഒരു വീഡിയോ ഇതിൻ്റെ ഇടയ്ക്ക് പ്രചരിക്കുകയുണ്ടായി. അദ്ദേഹം പറയുന്നത്, ഒരിക്കലും തന്നെ തൻ്റെ പിതാവ് ഞങ്ങളെ മക്കളെ ആരെയും ഈ ആശയങ്ങൾ കേൾക്കുന്നത് പോലും അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് ലൈബ്രറികളിലേക്ക് ഞങ്ങൾ ചെല്ലുന്നത് അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നില്ല. അതിൽ നിന്നെല്ലാം ഞങ്ങളെ തടയുമായിരുന്നു എന്ന് ഉള്ള ഒരു കാര്യമാണ് അദ്ദേഹം വീഡിയോയിലൂടെ പറഞ്ഞത്. സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ ചരിത്രം, അതായത് മൗദൂദി സാഹിബിൻ്റെ ചരിത്രം പരിശോധിക്കുന്ന ആർക്കും തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, അദ്ദേഹത്തിന് സ്വന്തം മക്കളോടെങ്കിലും ഒരു കരുണ ഉണ്ടായിരുന്നു. കാരണം അതല്ലാതെ പൊതുജനങ്ങളോടോ ഇസ്ലാം മതത്തോടോ ആ മതത്തിൻ്റെ പ്രവാചകനോടോ അള്ളാഹുവിനോടോ വിശുദ്ധ ഖുർആനോടോ അല്ലെങ്കിൽ അന്യ സമുദായങ്ങളോടോ ഒന്നും തന്നെ യാതൊരു താല്പര്യവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ഓരോ ഗ്രന്ഥങ്ങളും വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഇത്രയധികം തേജോവധം ചെയ്യുകയും ഇത്രയധികം മോശമായി ലോകത്തിന് മുമ്പിൽ ചിത്രീകരിക്കുകയും ചെയ്തിട്ടുള്ള ഇസ്ലാമിൻ്റെ ശത്രു പോലും അതേപോലെ ഉണ്ടാവുകയില്ല എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. എന്നാൽ ഇതൊന്നും മനസ്സിലാകാതെ, അല്ലെങ്കിൽ മനസ്സിലായിട്ടുണ്ടെങ്കിലും അദ്ദേഹം അവിടെ കിടക്കട്ടെ, നമുക്ക് അതുപോലെ ഒരു ആ ആശയത്തിൽ ഇവിടെ ഒരു സംഘടന രൂപീകരിച്ച് അതിന് ഈ പറയുന്നത് പോലെ ഒരു രാഷ്ട്രം സ്ഥാപിക്കാൻ സാധിച്ചാൽ നമുക്ക് മന്ത്രിയാകാം, MLA ആകാം എന്നൊക്കെ സ്വപ്നം കണ്ട് നടക്കുന്ന ആളുകളായതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞ ഒരു സംഘടന രൂപീകരിച്ചുകൊണ്ട് അതിനു വേണ്ടി, രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ രാഷ്ട്രപ്രഖ്യാപനം ഇവർക്ക് നിലനിൽപ്പുള്ള രാജ്യങ്ങളിലെല്ലാം നാം കണ്ടതാണ്. പാകിസ്ഥാനിലായാലും ബംഗ്ലാദേശിലായാലും ഈജിപ്തിലായാലും ഇവർക്ക് കുറച്ച് ഒരു ഹാൻഡ് കൈവന്നു കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന അക്രമങ്ങൾ എന്ന് പറയുന്നത് കാട്ടുജാതികൾ പോലും ചെയ്യാത്ത രീതിയിലുള്ള പ്രവൃത്തികളാണ്. ഇപ്പൊ ബംഗ്ലാദേശിലൊക്കെ 10-15 ഇവരുടെ വലിയ പണ്ഡിതന്മാരെ തൂക്കിക്കൊന്നു. പാകിസ്ഥാനും ഇതേപോലെ ബംഗ്ലാദേശിനെ പോലെ തന്നെ ഒരു മുസ്ലിം രാജ്യമായിരുന്നിട്ട് പോലും അവിടെ മൗദൂദി സാഹിബിനെ, സ്ഥാപക നേതാവിനെ തന്നെ തൂക്കിക്കൊല്ലാൻ വിധിച്ചിരുന്നു. അതേപോലെ തന്നെ ഇപ്പോൾ ബംഗ്ലാദേശിൽ നടക്കുന്ന പ്രക്ഷോഭങ്ങളുടെ പ്രധാന കാരണം ഇവരുടെ യുവജന പ്രസ്ഥാനമാണ് ഇത്രയധികം കലാപം അവിടെ ഇളക്കിവിട്ടത് എന്നാണ് പറയുന്നത്. എന്നാൽ അവിടെ ബംഗ്ലാദേശിലും ജമാഅത്തെ ഇസ്ലാമിയെ ഈ പറയുന്നത് പോലെ നിരോധിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ വന്ന ഭരണകൂടം അവരെ ആ നിരോധനം നീക്കം ചെയ്തിരിക്കുന്നു എന്നാണ് നമ്മൾ പത്രങ്ങളിൽ വായിക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇന്ത്യയിൽ തന്നെ ഇതിനെ 2-3 പ്രാവശ്യം നിരോധിച്ചിട്ടുള്ള പ്രസ്ഥാനമാണിത്. സിമി എന്ന് പറയുന്നതും ഇതിൻ്റെ ഇതേപോലുള്ളൊരു ശാഖാ സംഘടനയായിരുന്നു. അപ്പോൾ എന്തുകൊണ്ട് ഈ ജമാഅത്തെ ഇസ്ലാമി ഇത്രയും ക്രൂരന്മാരാണോ എന്ന് ചില ആളുകളെ, ജമാഅത്തെ ഇസ്ലാമിൽ പ്രവർത്തിക്കുന്ന ചില ആളുകളെ കാണുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും തോന്നിപ്പോകും. ഒരു പക്ഷേ യഥാർത്ഥം ജമാഅത്തെ ഇസ്ലാമി എന്താണ് എന്ന് ഇവർക്ക് അറിയാത്തത് കൊണ്ടായിരിക്കാം. മാത്രവുമല്ല, ഇസ്ലാമിൻ്റെ യഥാർത്ഥ പാഠം എന്താണ് എന്ന് മനസ്സിലാകാത്തത് കൊണ്ട് പുതിയൊരു ഇസ്ലാമിനെ അവതരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും ഒരു പക്ഷേ അതിൽ ആകൃഷ്ടരാകുന്നത് സാധാരണമാണ്. ആ രീതിയിൽ ആകൃഷ്ടരായിട്ടുണ്ടായിരിക്കാം. ഏതായിരുന്നാലും മൗദൂദി സാഹിബ് എന്ന് പറയുന്ന ആളിന് അദ്ദേഹത്തിൻ്റെ മക്കളോടല്ലാതെ മറ്റാരോടും തന്നെ യാതൊരു പ്രതിബദ്ധതയും അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. അദ്ദേഹം അന്യ സമുദായങ്ങളോടുള്ള പെരുമാറ്റം എങ്ങനെ പെരുമാറണം എന്നാണ് അദ്ദേഹം പഠിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും ഒക്കെ ഈ കലാപങ്ങൾ ഉണ്ടാകാൻ കാരണം അദ്ദേഹത്തിൻ്റെ രചനകൾ തന്നെയാണ്. അദ്ദേഹം എന്താണ് പറയുന്നത്? ഒരു രാജ്യത്ത് ഇസ്ലാമിക ഭരണാധികാരി അല്ല ഉള്ളതെങ്കിൽ അതിനെതിരെ പോരാടണം.
ആ ഭരണത്തെ അട്ടിമറിക്കാൻ വേണ്ടി പോരാടണം. കാരണം ഇദ്ദേഹത്തിന് ഭരണം കിട്ടണം. ഇസ്ലാം എന്ന് പറഞ്ഞ രാഷ്ട്രമാണ്. ദൈവീക ഭരണം, ഹുക്കൂമത്തെ ഇലാഹി ഉണ്ടാകണം. ഹുക്കൂമത്തെ ഇലാഹി എന്ന് പറയുന്നത് ഈ ജമാഅത്തെ ഇസ്ലാമിക്കാർ ഭരിക്കുമ്പോൾ അത് ദൈവിക ഭരണമാകുമെന്നാണ് ഇവർ പറയുന്നത്. ഇവരുടെ ഈ കാടത്തം ജനങ്ങളിൽ അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന ഒരു തന്ത്രം മാത്രമാണ്. ദൈവം എവിടെയും വന്ന് ഭരിക്കാറില്ല, ഇവർ തന്നെ ഭരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രമാണത്. അപ്പോൾ ഇവിടെ ഭരിക്കുന്ന രാജ്യത്ത് അങ്ങനെ ഒരു മറ്റൊരാൾ ഭരിക്കുകയാണെങ്കിൽ അവിടെ ആ രാജ്യത്തിനെതിരെ ജിഹാദ് ചെയ്യണം, അങ്ങനെ രക്തം ചിന്തി ഷഹീദാകണം. നോക്ക്, ഏതെങ്കിലും ഒരു രാജ്യത്ത് ഇവർ വസിപ്പിക്കാൻ സാധിക്കുമോ? പ്രധാനമായി മൗദൂദി സാഹിബിന്റെ ഈ വാദങ്ങൾ ഞാൻ അദ്ദേഹത്തോട് എന്തെങ്കിലും ഒരു വൈരാഗ്യം വെച്ചുകൊണ്ടാണ് പറയുന്നത് എന്ന് ആരും വിചാരിക്കരുത്. ഇത് ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും ലഭിക്കുന്ന തെളിവുകളാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ വെക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിക്കാർ ഇതിനെക്കുറിച്ച് പല പ്രചരണങ്ങളും നടത്താറുണ്ട്. എന്നാൽ യഥാർത്ഥ സംഭവം നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് ചെയ്താൽ ലഭിക്കുന്നതായിരിക്കും. മുനീർ കമ്മീഷൻ എന്ന് പറയുന്ന പാകിസ്ഥാനിൽ കലാപമുണ്ടാക്കി അങ്ങനെ പട്ടാള ഭരണം വന്നു. ഈ കലാപത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വെച്ച കമ്മീഷനെയാണ്, ജഡ്ജിയായിരുന്ന മുനീർ എന്ന് പറയുന്ന അദ്ദേഹത്തെയാണ് ഇതിന്റെ കമ്മീഷനായിട്ട് നിയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം ഇതിൽ അന്വേഷണം നടത്തിയതിനു ശേഷം മൗദൂദി സാഹിബ് ഈ രാജ്യത്തെ ഭരണം അട്ടിമറിച്ച് ഭരണം പിടിച്ചെടുക്കാൻ ശ്രമിച്ചു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേരിലുണ്ടായിരുന്ന കുറ്റം അവർ കണ്ടെത്തിയത്. അപ്പോൾ അദ്ദേഹത്തോട് മുനീർ കമ്മീഷൻ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിൽ ഒരു ചോദ്യം ഇങ്ങനെയായിരുന്നു: ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധമുണ്ടായാൽ ഇന്ത്യയിലെ മുസ്ലിമീങ്ങളുടെ കടമ എന്താണ് എന്ന്. ഞാൻ അന്യ സമുദായത്തിൽപ്പെട്ട മുസ്ലിങ്ങളല്ലാത്ത സഹോദരങ്ങളോട് പറയുകയാണ്, ഇദ്ദേഹത്തിന്റെ ഈ വാദങ്ങളൊന്നും തന്നെ ഇസ്ലാമികമല്ല. അദ്ദേഹത്തിന് വേണ്ടി ഒരു രാഷ്ട്രം സ്ഥാപിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ചില വാദങ്ങളാണ്. അതാണ് ഇന്ന് യഥാർത്ഥത്തിൽ ഇസ്ലാമികം എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്ത് പ്രചരിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇസ്ലാമിനെ ഇത്രയധികം ശത്രുക്കളും ലോകത്തുണ്ടായിട്ടുള്ളത് എന്ന് വിനീതമായി നിങ്ങൾ മനസ്സിലാക്കണം. ഒരിക്കലും തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ ശ്രമിക്കരുത് എന്ന് കൂടി വിനീതമായി അപേക്ഷിക്കുകയാണ്. അപ്പോൾ മൗദൂദി സാഹിബിനോട് ചോദിച്ച ചോദ്യം ഇതാണ്: ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ മുസ്ലിങ്ങളുടെ കടമ എന്താണ് എന്നാണ്. അതിന് അദ്ദേഹം പറയുന്ന ഉത്തരങ്ങൾ നിങ്ങൾ കേൾക്കുക. അവരുടെ കടമ വ്യക്തമാണ്. അവർ പാകിസ്ഥാനെതിരായി യുദ്ധം ചെയ്യരുത്. പാകിസ്ഥാന്റെ സുരക്ഷയെ അപകടപ്പെടുത്തുന്ന യാതൊന്നും അവർ ചെയ്യാൻ പാടുള്ളതല്ല. അപ്പോൾ ഇന്ത്യയിലുള്ള ജമാഅത്തെ ഇസ്ലാമിക്കാർ പാകിസ്ഥാനെതിരായി യുദ്ധം ചെയ്യാൻ പാടില്ല. പാകിസ്ഥാന് ദ്രോഹമുണ്ടാകുന്ന യാതൊരു പ്രവൃത്തിയും അവരുടെ, ഞാൻ ജമാഅത്തെ ഇസ്ലാമി എന്ന് ഇവിടെ എടുത്തു പറയാൻ കാരണം ഈ മൗദൂദി സാഹിബിന്റെ ആശയങ്ങൾ അനുസരിക്കുന്നവർ ജമാഅത്തെ ഇസ്ലാമിക്കാർ മാത്രമാണ്. അദ്ദേഹം പൊതു മുസ്ലിങ്ങളെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളതെങ്കിലും ഇത് അംഗീകരിക്കുന്നവർ ജമാഅത്തെ ഇസ്ലാമിക്കാർ മാത്രമാണ്. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് ഒരു കാരണവശാലും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നടന്നാൽ ഒരിക്കലും പാകിസ്ഥാനെതിരെ ആയിക്കൊണ്ട് ഇവർ യുദ്ധം ചെയ്യാൻ പാടില്ല. പാകിസ്ഥാന് ദ്രോഹമുണ്ടാകുന്ന ഒന്നും തന്നെ അവർ ചെയ്യാൻ പാടില്ല എന്നാണ് ജമാഅത്തെ ഇസ്ലാമി നേതാവിൻ്റെ ഇവർക്കുള്ള ഉപദേശം. അപ്പോൾ തീർച്ചയായും അങ്ങനെ ഒരു യുദ്ധം ഇവിടെ ഉണ്ടാവുകയാണെങ്കിൽ ഇത് തന്നെയായിരിക്കും ജമാഅത്തെ ഇസ്ലാമിയിൽ നിന്ന് സംഭവിക്കുക എന്നാണ് ബംഗ്ലാദേശിൽ ഇവർ തെളിയിച്ചത്. കാരണം ബംഗ്ലാദേശിലുള്ള ജമാഅത്തെ ഇസ്ലാമിക്കാർ ഒന്നും തന്നെ പാകിസ്ഥാനെതിരായി യുദ്ധം ചെയ്യാൻ തയ്യാറായിരുന്നില്ല. സ്വന്തം രാജ്യത്തിനെതിരായി അവർ യുദ്ധം ചെയ്തു. അതുകൊണ്ടാണ് അടുത്ത കാലത്ത് 10-15 ജമാഅത്തെ ഇസ്ലാമിക്കാരെ അവിടെ തൂക്കിക്കൊന്നത്. മുസ്ലിം ഗവൺമെന്റാണ് തൂക്കിക്കൊല്ലുന്നത്. അപ്പൊ നാളെ ഒരു സമയത്ത് അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. അങ്ങനെ സംഭവിച്ചാൽ ജമാഅത്തെ ഇസ്ലാമിക്കാർ ഇന്ത്യക്ക് അനുകൂലമായി പോരാടുകയില്ല, പാകിസ്ഥാൻ അനുകൂലമായിട്ടായിരിക്കും പോരാടുക എന്നാണ് ഇദ്ദേഹം പറഞ്ഞതിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത്. ഇത് മുനീർ കമ്മീഷൻ റിപ്പോർട്ടിന്റെ 20ാമത്തെ പേജിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇനി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ പാഠം എന്താണ് എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പഠിപ്പിച്ചത് ഹുബ്ബുൽ വതാനി മിനൽ ഈമാൻ,
സ്വരാജ്യ സ്നേഹം എന്നുള്ളത് ഈമാന്റെ ഭാഗമാണ് എന്ന്. അവന്റെ സത്യവിശ്വാസത്തിന്റെ ഭാഗം ആണ് സ്വരാജ്യ സ്നേഹം എന്നുള്ളത്. അപ്പോൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ പാഠം എന്താണ്? ജമാഅത്തെ ഇസ്ലാമി സ്ഥാപകരുടെ പാഠം എന്താണ്? ഇതുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമിയിലൂടെ നിങ്ങൾ ഇസ്ലാമിനെ കാണരുത്, ഇസ്ലാം എന്ന് പറയുന്നത് ശാന്തിയുടെയും സമാധാനത്തിന്റെയും മതമാണ് എന്ന് ഞാൻ പറയാൻ കാരണം. ഇനി മൗദൂദി സാഹിബ് അദ്ദേഹം ഇസ്ലാമികമായ ഒരു രാഷ്ട്രം സ്ഥാപിക്കപ്പെടുകയാണെങ്കിൽ ഒരു രാഷ്ട്രത്തിന്റെ അയൽ രാജ്യങ്ങളും തങ്ങളുടെ അതേ ആദർശം സ്വീകരിക്കുന്നത് വരെ ആ രാഷ്ട്രത്തിന് അതിൻ്റെ സിദ്ധാന്തമനുസരിച്ച് പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കുന്നതല്ല. അതായത് ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയം സ്വീകരിക്കുന്നത് വരെ ആ മറ്റ് മതസ്ഥരായവരുടെ രാജ്യത്ത് അവർക്ക് അത് പ്രചരിപ്പിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കുന്നതല്ല. ഇനി എൻ്റെ കാരണങ്ങളും കൂടെ പറയുന്നത് കേട്ടോ. അതുകൊണ്ട് മുസ്ലിം ഗ്രൂപ്പുകൾ, അതെന്താണ് ഗ്രൂപ്പുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ്ലാമിൽ അങ്ങനെ ഗ്രൂപ്പിസം ഇല്ല. ഇദ്ദേഹം എന്താണ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായിട്ടില്ല. അവരുടെ ഭൂപരിധികൾ സ്ഥാപിച്ചുകൊണ്ട് അടങ്ങിയിരിക്കാൻ പാടുള്ളതല്ല. അതായത് ഒരു രാഷ്ട്രം സ്ഥാപിച്ചു കഴിഞ്ഞാൽ അതായിരിക്കും ഭൂപരിധി എന്ന് പറഞ്ഞു. രാഷ്ട്രം സ്ഥാപിച്ചുകൊണ്ട് അവിടെ അടങ്ങിയിരിക്കാൻ പാടുള്ളതല്ല. അവരുടെ വിഭവങ്ങൾ അനുസരിച്ച് രാഷ്ട്രത്തെ 4 ഭാഗത്തും പ്രചരിപ്പിക്കാൻ അവർ കടമപ്പെട്ടവരാണ്. മുസ്ലിങ്ങൾ ഒരു ഭാഗത്ത് അവരുടെ ആശയ പ്രചരണം നടത്തുകയും മറുഭാഗത്ത് തങ്ങളുടെ ആശയം, തങ്ങളുടെ ആദർശം സ്വീകരിക്കാൻ അവരെ ക്ഷണിക്കുകയും വേണം. കാരണം മോക്ഷം നിലകൊള്ളുന്നത് അതിൽ മാത്രമാണ്. അത് ഇനി തുടർന്ന് പറയുന്നതിലാണ് പ്രശ്നം. അവരുടെ രാഷ്ട്രത്തിന് ശക്തിയും വിഭവവും ഉണ്ടെങ്കിൽ മറ്റു അനിസ്ലാമിക രാഷ്ട്രത്തെ യുദ്ധം ചെയ്ത് നശിപ്പിക്കുന്നതും അവിടെ ഇസ്ലാമിക ഭരണകൂടം സ്ഥാപിക്കുന്നതുമാണ് ഉത്തമമായിട്ടുള്ളത്. അപ്പോൾ അവർക്ക് ഉള്ള വിഭവങ്ങൾ ഉണ്ടെങ്കിൽ, അതിനുള്ള ആർജവും സമ്പത്തും അതിനുള്ള ഭക്ഷണത്തിനും ആയുധങ്ങളും ഒക്കെ അവരുടെ കയ്യിലുണ്ടെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളെയും അവരോട് യുദ്ധം ചെയ്തുകൊണ്ട് അത് കീഴ്പ്പെടുത്തുകയാണ് ചെയ്യേണ്ടത് എന്നാണ് മൗദൂദി സാഹിബ് പറയുന്നത്. ഇത് പറഞ്ഞത് ഹക്കീക്കത്തെ ജിഹാദ് പേജ് 64-ലാണ്. ഇസ്ലാമിന്റെ വിരോധിയായിരുന്ന വില്യം മൂയറിന്റെ ആശയമാണ് മൗദൂദി സാഹിബ് കടമെടുത്ത് പ്രചരിപ്പിച്ചത്. അപ്പോൾ യഥാർത്ഥത്തിൽ ബ്രിട്ടീഷുകാർക്കോ അല്ലെങ്കിൽ മറ്റ് അതുപോലുള്ള യൂറോപ്യൻസിനോ വേണ്ടിയാണ് മൗദൂദി സാഹിബ് സംസാരിച്ചിട്ടുള്ളത് എന്ന് അദ്ദേഹത്തിന്റെ ആശയം ഒരിക്കലും ഇസ്ലാമിക ആശയവുമായിട്ട് യോജിക്കുന്നതല്ല. മറിച്ച് അദ്ദേഹത്തിന്റെ ആശയം യോജിക്കുന്നത് ആർക്കാണ് എന്ന് നമ്മൾ നോക്കുക. വില്യം മൂയറിന്റെ ഇസ്ലാമിനെ കുറിച്ച് എന്ന് നാം നോക്കുക. മുഹമ്മദിന്റെ ഒരു കയ്യിൽ വാളും മറു കയ്യിൽ വിശുദ്ധ ഖുർആനും മനുഷ്യ നാഗരികതയ്ക്ക് സ്വാതന്ത്ര്യത്തിനും സത്യത്തിനുമെതിരെ ഇന്നോളം അറിയപ്പെട്ടിട്ടുള്ള ഏറ്റവും കൂടിയ ശത്രുക്കളാണ് ഇസ്ലാമുകൾ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയ്യിൽ ഖുർആനും ഒരു കയ്യിൽ വാളുമായിട്ടാണ് ഇസ്ലാം പ്രചരിപ്പിച്ചിട്ടുള്ളത് എന്ന്. ഇത് തന്നെയാണ് മൗദൂദി സാഹിബും പറയുന്നത്. അതായത് മൗദൂദി സാഹിബ് പറയുന്നത് നിങ്ങൾക്ക് ഒരു രാഷ്ട്രം സ്ഥാപിക്കുക. ആ രാഷ്ട്രം സ്ഥാപിക്കുമ്പോൾ എങ്ങനെയാണ് സ്ഥാപിക്കേണ്ടത്? ആ രാഷ്ട്രത്തിൽ ഒരു ഭരണാധികാരി ഉണ്ടാവുകയാണെങ്കിൽ ആ ഭരണത്തിനെതിരെ നിങ്ങൾ പോരാടണം, അതിനെ അംഗീകരിക്കരുത്. അങ്ങനെ അവരോട് യുദ്ധം ചെയ്യണം, അങ്ങനെ ഷഹീദാകണം എന്ന് പറഞ്ഞാൽ രക്തം ചിന്തണം, രക്തസാക്ഷികളാവണം. അപ്പോൾ ഇത്തരം മണ്ടത്തരങ്ങളിലേക്കാണ് മൗദൂദി സാഹിബ് ജനങ്ങളെ തള്ളിവിട്ടിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഈ വില്യം മൂയറിനെ പോലുള്ള ഇസ്ലാമിക വിരോധികൾക്ക് ചൂട്ടുപിടിക്കുന്നതിന് വേണ്ടി ആ ആശയങ്ങളെ ഇസ്ലാമിക വൽക്കരിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഈ മൗദൂദി സാഹിബ് ശ്രമിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് ഇതിൽ നിന്നെല്ലാം വ്യക്തമാണ്. ഇതുകൊണ്ട് തന്നെ ഒരു ജനാധിപത്യ രാജ്യത്ത് തങ്ങളുടെ അനുയായികൾക്ക് പോലും ആത്മാഭിമാനത്തോടു കൂടി ജീവിച്ച് കടന്നു പോകാനുള്ള യാതൊരു സ്വാതന്ത്ര്യവും ഇതിലില്ല എന്ന് വ്യക്തമാണ്. കാരണം അത്തരം സിദ്ധാന്തങ്ങളാണ് മൗദൂദി സാഹിബ് ഇവർക്ക് നൽകപ്പെട്ടിട്ടുള്ളത്. ഇതുകൊണ്ട് തന്നെയാണ്
ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന മൗദൂദി സാഹിബിന്റെ അനുയായികളായിക്കൊണ്ട് ഇന്ത്യയിൽ പോലും പ്രത്യേകിച്ച് കേരളത്തിലും ഇവരുടെ നേതാവിന്റെ ആശയങ്ങളെ ജനമധ്യത്തിൽ പരസ്യമായി പറയാൻ കഴിയാത്തത് കൊണ്ട് ഈ ആശയങ്ങളെല്ലാം എടുത്ത് അടിസ്ഥാനപരമായ ഇവരുടെ വാദം എടുത്ത് ഉന്നയിക്കാൻ സാധിക്കാത്തത് കൊണ്ട് കുറെ കാര്യങ്ങൾ ഇവർ ഒളിച്ചു വെച്ചുകൊണ്ടും കുറെ കാര്യങ്ങൾ തെളിയിച്ചു പറയാതെയും മറ്റു കുറെ കാര്യങ്ങളെ നിഷേധിച്ചുകൊണ്ടും അതേപോലെ മൗദൂദി സാഹിബിന്റെ വചനങ്ങൾക്ക് വ്യാജ വ്യാഖ്യാനങ്ങൾ നൽകിക്കൊണ്ടും ഈ നേതാവിനെ തന്നെ തള്ളി പറഞ്ഞുകൊണ്ടുമാണ് ലോകത്ത് ഈ അനുയായികൾക്ക് കഴിയേണ്ടി വരുന്നത് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. മുസ്ലിം രാജ്യങ്ങളിൽ പോലും ഈ മൗദൂദി സാഹിബിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ഇവർക്ക് സാധിക്കുകയില്ല എന്നുള്ളതാണ്. എന്നാൽ ഒളിഞ്ഞും മറഞ്ഞിരുന്നും ഇവർ പ്രചരിപ്പിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ ഞാൻ ഇവിടെ പറഞ്ഞത്, ഒരു രാജ്യത്ത് വസിക്കുമ്പോൾ ആ രാജ്യത്തിനെതിരെ കുഴപ്പമുണ്ടാക്കുകയും കലാപങ്ങൾ സൃഷ്ടിക്കുകയും ഭരണത്തെ അട്ടിമറിക്കുകയും അങ്ങനെ അവിടെ ഒരു ഭരണം പിടിച്ചെടുക്കുകയും അതിനുവേണ്ടി ഏത് മാർഗവും സ്വീകരിക്കുകയും അങ്ങനെ രാജ്യം പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ രാജ്യങ്ങളിലുള്ളത് മറ്റ് സമുദായക്കാരാണെങ്കിൽ അവരോടും യുദ്ധം ചെയ്തുകൊണ്ട് ആ രാജ്യവും പിടിച്ചെടുക്കണം, അങ്ങനെ തുടർന്ന് ലോകം മുഴുവൻ കീഴടക്കണം എന്നതാണ് മൗദൂദി സാഹിബിന്റെ അടിസ്ഥാനപരമായ